ഹലോ ഗായ്സ്, ഞാൻ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന്. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഐറ്റംസ്. ഒരു മേക്കപ്പ് പൗച്ചാട്ടോ മേടിച്ചാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ആട്ടോ, ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേ മേക്കപ്പ് പൗച്ച് മേടിച്ചിട്ട് കുറേ നാളെ, അത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയുക സംഭവങ്ങൾ വെച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇത് ആദ്യം ജസ്റ്റ് സിബ് തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇപ്പോൾ അടിപൊളിയായിട്ട് ഇതാക്കട്ടെ പൊണ്ണു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേ മേടിച്ചിട്ടുള്ളത് ഒരു ജ്വല്ലറി ഐറ്റം ആട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് കളറ്, ഒരു ചോക്കറും പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റഡ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് യൂഷ്വലി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതാണ്. നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, വല്ല സാരീസോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമായി. അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറെ നിങ്ങൾക്ക് ജ്വല്ലറി ഇട്ട് കാട്ടി തരാം കേട്ടോ. ഇത് നല്ലൊരു ഐറ്റമാണ്. അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതേ ഒരു ഐലാഷസ് മേടിച്ചിട്ടുണ്ട്, ഫേക്ക് ലാഷസ്. ഇതിനൊപ്പം സ്പൂളിയും ഉണ്ട് കേട്ടോ. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊപ്പം സ്പൂളിയും ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു മേക്കപ്പ് സ്പഞ്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഐലാഷ് ഗ്ലൂ, ഐലാഷസിന് ഗ്ലൂ ഉണ്ടാവില്ല, അപ്പോൾ ഗ്ലൂ മേടിച്ചു. പിന്നെ ഇതേ സ്പഞ്ച് കേട്ടോ. സ്പഞ്ച് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് സ്പഞ്ച്, പിങ്ക് കളർ, നല്ല സ്പഞ്ചസ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അത് മേടിച്ചു. പിന്നെ ഇതൊരു ഐറ്റം കൂടി ഉണ്ട്. ഇതും എനിക്ക് യൂഷ്വലി ഞാനിങ്ങനെ ഇടാറില്ല. ഞാനെപ്പോഴും ഇതിപ്പോൾ എൻ്റെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ജ്വല്ലറിയാണ്. ഇത് മാത്രം ആക്സസറീസ് എപ്പോഴും ഞാൻ ഭയങ്കര മിനിമലായിട്ട് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇടാറോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇപ്പോൾ എന്താ ഉള്ളത് അത് തന്നെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടാം അങ്ങനെയാണ് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചതാട്ടോ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ ഹൂപ്സ്. അപ്പോൾ കുറച്ച് നാളെ ഇങ്ങനെ മേടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഒരു ദിവസം സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഗോൾഡൻ ഹൂപ്സ് കുറച്ച് നാളെ മേടിക്കണം എന്ന് വിചാരിച്ചു, അപ്പോൾ അതും മേടിച്ചു. ഇനി നമുക്ക് മേക്കപ്പ് പൗച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. എൻ്റെ മുന്നത്തെ മേക്കപ്പ് പൗച്ച് ഞാൻ ഓൾറെഡി എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനും അതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ച് ഒന്ന് വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാത്തത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. യൂട്യൂബ് ചാനൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലിപ്സ്റ്റിക് കളക്ഷനും അതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ പൗച്ചും. അപ്പോൾ ഇതാട്ടെ എൻ്റെ മുന്നത്തെ മേക്കപ്പ് പൗച്ച്. ഇതാണ് ഇതേ പലങ്കോലായിട്ടിപ്പോൾ ഇരിക്കണേ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആട്ടോ. ഇപ്പോൾ ആകെ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇതായിട്ട് ഇങ്ങനെ മെസ്സി ആയിട്ടാണ് ഇരിക്കണേ. ഇനി നമുക്ക് പുതിയ മേക്കപ്പ് പൗച്ച് കണ്ടില്ലേ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ച് ഓർഗനൈസ് ചെയ്തിട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ, എന്ത് രസമാണ് കാണാൻ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മേക്കപ്പ് പൗച്ച് ഉണ്ട്. അത് ആകെ എന്താ പറയുക, ഈ ചില ലിപ്സ്റ്റിക്സിൻ്റെ ഈ ബാക്കുട്ടി ഉള്ളതുകൊണ്ട് അവൻ ഓരോ ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നല്ലൊരു മേക്കപ്പ് പൗച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലിങ്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ആകെ ചിലപ്പോൾ വാഷ് ചെയ്താൽ പോവുമായിരിക്കും. ഇനി വാഷ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ലൊരു മേക്കപ്പ് പൗച്ചായിരുന്നു കേട്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും സ്റ്റോറേജിനൊക്കെ മീൻസ് മേക്കപ്പ് ഐറ്റംസൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലാണെങ്കിൽ അത്രയധികം എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ സംഭവങ്ങളും കൊള്ളും. സ്പേസ് ഇല്ല എന്നല്ല, സ്പേസ് ഉണ്ട്, ബട്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ കുറേ അതിലിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ 1 2 3 4 ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല,
എന്നാലും നമുക്ക് ഞാനിപ്പോൾ എല്ലാ മേക്കപ്പ് സംഭവങ്ങളും ഇതിൽ വെച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കാട്ടിത്തരാം കേട്ടോ. എല്ലാതും ഇതിൽ കൊള്ളും. ഇതിലാണെങ്കിൽ കണ്ട ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ്, പിന്നെ ഇവിടെ ഇതിൽ ഞാൻ ഫുള്ള് ലിപ്സ്റ്റിക്ക് വെച്ചേക്കാണ്. ഇതാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് കയ്യെത്താതെ മീൻസ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിലാണെങ്കിൽ ഓരോ കമ്പാർട്ട്മെന്റ്സിൽ എവിടെ എന്താ വെച്ചെന്ന് ഇങ്ങനെ നോക്കണം. ഇതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് സംഭവങ്ങൾ വെച്ചേക്കണേന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഷാഡോ പാലറ്റ്, സൺസ്ക്രീൻ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല മസ്കാര കാര്യങ്ങൾ, ഇവിടെയൊക്കെ കാജളും ഐലൈനറിൻ്റെ ഐറ്റംസിൽ ഫുള്ള് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നിങ്ങൾ തുറന്ന് കാട്ടിത്തരാം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലിപ്സ്റ്റിക് ഐറ്റംസ്. അപ്പം ഇങ്ങനെയൊരു ക്യൂട്ടായിട്ടുള്ളൊരു മേക്കപ്പ് പൗച്ച് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇതധികം എത്രയാ പ്രൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. അത്രയും വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 10 ദിർഹം AD താഴെ ആയിട്ടുള്ളൂ ഈ മേക്കപ്പ് പൗച്ചിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസൊക്കെ ഓരോരുത്തരും അറിയുന്ന എല്ലാത്തിനും ഇപ്പോൾ വലിയ പൈസയൊന്നുമില്ല, ഭയങ്കര കുറവ് റേറ്റിനാണ് കേട്ടോ. അപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ.